നമ്മൾ എവിടെയുള്ള ഭാഗ്യവാനെ തേടുക തന്നെയാണ്. തിരുവനന്തപുരത്തേക്കാണ് ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ് റാവുത്തർ ഇപ്പോൾ ഉള്ളത് പാലക്കാട് നിന്ന് വിറ്റ ടിക്കറ്റിന്റെ സബ് ഏജന്റ് എടുത്ത സബ് ഏജന്റ് കടയുടെ ഉടമയുടെ അടുത്താണ്. ഷഫീദ്, വിവരങ്ങൾ. എത്ര മാസം? 1.5 മാസം മുമ്പ് വിറ്റിരിക്കുകയാണ്. 1.5 മാസമായി ഈ ടിക്കറ്റ് പോയിട്ടുണ്ട്. 2ാം നമ്പറിലാണ് വിറ്റിരിക്കുന്നത്. 1.5 മാസം ആയിട്ടുണ്ട്. ആരാണ് കാര്യം? നല്ല തിരക്കുള്ള സമയമായിരുന്നു. എപ്പോഴും തിരക്ക്. ശബരിമല സീസൺ അല്ലേ? സീസൺ ആയതുകൊണ്ട് ആരാണ് എടുത്തുണ്ടോ എന്ന് അറിയില്ല. എനിക്ക് പൊതുവേ നല്ല കസ്റ്റമർ ഉള്ളതാണ്, നല്ല രീതിയിൽ സെയിൽ ഉള്ളതാണ്. അതുകൊണ്ട് ആരെടുത്തുണ്ടോ എന്ന് ഇപ്പോഴത്തേക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല. മുമ്പ് ബമ്പർ അടിച്ചിട്ടില്ല. മാക്സിമം ഒരു 10 lakhs ഒരു 4-5 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. 10 ലക്ഷം വെച്ച് ഒരു 7-8 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് വേറെ ഏരിയ ജില്ല അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട്. അതെ, പാലക്കാട് നിറയെ പ്രൈസ് അടിക്കുന്നുണ്ട്. ഞാൻ പാലക്കാട് ടിക്കറ്റ് എടുക്കും, തൃശ്ശൂർ ടിക്കറ്റ് എടുക്കും, കൊല്ലം, അങ്ങനെ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ വാങ്ങിച്ച് വെച്ച് കച്ചവടം ചെയ്യാം. ടിക്കറ്റിന് എൻക്വയറി വല്ലതും വന്നിട്ടുണ്ടായിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട് എൻക്വയറി വല്ലതും ആരെങ്കിലും വിളിച്ചിരുന്നു? ഇല്ല, എനിക്ക് വിൻസ്റ്റാറിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സമ്മാനം അടിച്ചിട്ടുണ്ട്, നിങ്ങൾക്കാണെന്ന് പറഞ്ഞു. എൻ്റെ ബില്ല് അവിടെ ഇരിക്കുകയല്ലേ. അവിടെ വേറെ ആരും ഇതുവരെ വിളിച്ചില്ല. നിങ്ങളൊക്കെ വന്നത് തന്നെ ജസ്റ്റ് ഇപ്പോൾ അറിഞ്ഞതേ ഉള്ളൂ. അത് ഇനി ആരെങ്കിലുമൊക്കെ ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ട് വല്ലതും പറയണമെങ്കിലേ ഉള്ളൂ. എത്ര വർഷമായിട്ട് ഇവിടെ കട എടുത്തോ? ഞാൻ ഇവിടെ ഒരു 20 വർഷമായി. ഇവിടെ എൻ്റെ ടോട്ടലി 35 വർഷം കൊണ്ട് ഞാൻ ലോട്ടറി കച്ചവടം. ഏറ്റവും കൂടുതൽ അടിച്ച തുക 10 ലക്ഷമായിരുന്നു. 10 ലക്ഷം, ഒരു 10 ലക്ഷം വെച്ച് 7 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ബമ്പർ അടിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. ഏറ്റവും വലിയ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന 20 കോടി ഇത് ആദ്യമായിട്ടാണ്. വിറ്റത് 1.5 മാസത്തിന് മുമ്പ്. 1.5 മാസം മുമ്പ് ഈ സ്വാമിമാരുടെ ഒക്കെ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വല്ലതും പോകാനാണോ സാധ്യത? അങ്ങനെ വല്ലതും പോകാനാണോ സാധ്യത? അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ചോദിക്കുമ്പോൾ ആരാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഈ കൂട്ടത്തിലിരിക്കാം, നിങ്ങളായിരിക്കാം. അത് നാളെ ബാങ്കിൽ കൊടുത്തതിന് ശേഷം അവരെങ്ങനെയെങ്കിലും വിളിച്ചാലേ അറിയാൻ പറ്റും. 20 കോടിയാണ്, വൻ ബമ്പറാണ്. യെസ്, 20 കോടി. സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും നല്ലൊരു സന്തോഷമുണ്ട്. എൻ്റെ ഈ 35 വർഷത്തെ അനുഭവം കൊണ്ട് എനിക്കിത് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. ഭാഗ്യവാനെ നമുക്ക് കാത്തിരിക്കാം. ദുരൈരാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ലക്ഷ്മി ലക്കി സെന്റർ, അത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടു മുൻപിൽ പ്രവർത്തിക്കുന്ന കടയാണ്. ആ കടയിലാണ് ഈ പാലക്കാട് നിന്ന് അദ്ദേഹം സബ് ഏജന്റായി എടുത്തതാണ്. അതിനുശേഷം ഇവിടേക്ക് ടിക്കറ്റ് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ കടയ്ക്ക് മുൻപിൽ നിരവധി ആളുകളെ കാണാൻ സാധിക്കും. അദ്ദേഹം ഈ ദുരൈരാജുമായി ബന്ധമുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരടക്കം വലിയ ആകാംക്ഷയിലും കൗതുകത്തിലുമൊക്കെയാണ്. കാരണം ആ 20 കോടി അടിച്ച ഭാഗ്യവാൻ ആര് എന്നുള്ളതാണ്. അദ്ദേഹം മുൻപും പറഞ്ഞിരുന്നു, പത്മനാഭന്റെ നടയിൽ കഴിഞ്ഞ 20 വർഷത്തിലധികമായി കച്ചവടം നടത്തുന്ന ഒരു ബമ്പർ, അത് തനിക്ക് അവകാശപ്പെട്ട തന്റെ കടയിൽ നിന്ന് പോകേണ്ട ബമ്പറാണ് എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഏതായാലും ആ നമ്പർ നമ്മൾ ഒന്നുകൂടി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. 1ാം സമ്മാനം കിട്ടിയ നമ്പർ അതൊരു ലക്കി നമ്പറാണ്. ആ നമ്പർ കണ്ട് ആരാന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇവിടേക്ക് തന്നെ എത്താം. XC224091. അതാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പിൽ 20 കോടി സമ്മാനം ലഭിച്ച ആ ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത്. അതെ, ഷഫീദ് പറഞ്ഞതുപോലെ ആരാവാം. തൽക്കാലം എന്തായാലും ഞാനല്ല, നമ്മുടെ ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ആവാം ആ ഭാഗ്യവാൻ. നമ്പർ ഒന്നുകൂടെ ഒത്തു നോക്കി സമ്മാനം വാങ്ങുക.